മുറിവുകൾ കാലം മായ്ക്കില്ല എന്ന് നമ്മെ വീണ്ടും ഓർപ്പിക്കുന്ന ദിവസം. 2 വർഷം കഴിഞ്ഞിട്ടും വയനാട്ടിലെ ചുരൽമലയും മുണ്ടക്കയും ഇന്ന് ആ രാത്രിയുടെ വേദന നെഞ്ചിലേറ്റിയാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും സ്വന്തം വീടും ജീവിതവും ഒരു രാത്രി കൊണ്ട് നഷ്ടമായവർക്കും ഈ ദിവസം ഒരു കലണ്ടർ തീയതി മാത്രമല്ല, ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളുടെ ദിവസമാണ്. 2 വർഷം മുമ്പ് ഇതേ ദിവസം മലയും മണ്ണും മഴവെള്ളവും ചേർന്ന വയനാടിന്റെ ഹൃദയം കീറിയെടുത്തു. ചുരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമടവും ഉൾപ്പെടെ 3 ഗ്രാമങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മണ്ണിനടിയിലായി. 100 കണക്കിന് ജീവനുകൾ നഷ്ടമായി. അനേകം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരുമിച്ച് തകർന്നു. ഉരുൾപൊട്ടലിൽ 298 പേരാണ് മരിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക്. പിന്നീട് കാണാതായിരുന്ന 32 പേരെയും മരിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചു. അങ്ങനെ ആ ദുരന്തം കവർന്നെടുത്തത് 330 ജീവനുകളാണ്. എന്നാൽ ഈ കണക്കുകൾക്ക് പിന്നിൽ ഓരോ മുഖങ്ങളുമുണ്ട്, ഓരോ കുടുംബങ്ങളുമുണ്ട്, ഓരോ സ്വപ്നങ്ങളുമുണ്ട്. അവരെയെല്ലാം ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്നവരുടെ കണ്ണുകളിൽ ഇന്നും കണ്ണുനീർ ഉണങ്ങിയിട്ടില്ല. ദുരന്തത്തിൽ നിന്ന് 2 വർഷം തികയുമ്പോൾ ജീവൻ നഷ്ടമായവരുടെ ഓർമ്മ പുതുമലയിലും ഹൃദയഭൂമിയിലും സർവത്ര പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. മതവും ജാതിയും പ്രായവും മറന്ന് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. നഷ്ടപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാനും അവരുടെ കുടുംബങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന് അറിയിക്കാനുമുള്ള ഒരു ചെറിയ ശ്രമം കൂടിയാണിത്. 2024 ജൂലൈ 30-ാം തീയതിയിലെ ആ രാത്രി വയനാടിനും മറന്നിട്ടില്ല. കനത്ത മഴയ്ക്ക് പിന്നാലെ മലയുടെ മുകളിൽ നിന്ന് വലിയ ശബ്ദത്തോടെ മണ്ണും പാറകളും താഴത്തേക്ക് പതിച്ചു. അതിവേഗത്തിൽ വന്ന മലവെള്ളവും മണ്ണും വീടുകളെയും റോഡുകളെയും മരങ്ങളെയും ഒരുമിച്ച് തകർത്തു. ഉറക്കത്തിലായിരുന്ന നിരവധി ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. ചിലർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സമയം ലഭിച്ചില്ല. ഒരു നിമിഷം മുമ്പ് ചിരിച്ചും സംസാരിച്ചും കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ അടുത്ത നിമിഷം വേർപിരിഞ്ഞു. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളും ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടവരും ഇന്നും ആ വേദനയിൽ മുന്നോട്ട് പോകുകയാണ്. സമയം മുന്നോട്ട് പോയെങ്കിലും അവരുടെ മനസ്സ് ഇന്നും ആ രാത്രിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ദുരന്തത്തിന് പിന്നാലെ കേരളം മുഴുവൻ വയനാട്ടിലേക്ക് കൈകോർത്തു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും NDRF-ഉം അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ച് രംഗത്തെത്തി. മഴയും ചെളിയും അപകടവും അവഗണിച്ച് ജീവനുകൾ രക്ഷിക്കാൻ എല്ലാവരും പരമാവധി ശ്രമിച്ചു. പലരെയും ജീവനോടെ കണ്ടെത്താനായി. എന്നാൽ അനേകം പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്ത ഓരോ ശരീരവും കേരളത്തിന്റെ ഹൃദയത്തെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു. ദുരന്തത്തിന് ശേഷം രക്ഷപ്പെട്ടവർക്കായി ക്യാമ്പുകളും താമസ സൗകര്യങ്ങളും ഒരുക്കി. പല കുടുംബങ്ങളും പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിച്ചു. ചിലർക്ക് പുതിയ വീടുകൾ ലഭിച്ചു. കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് മടങ്ങി. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ വഴികൾ തേടി. പക്ഷേ ജീവിതം പഴയതുപോലെ ആയില്ല. കാരണം നഷ്ടപ്പെട്ട മനുഷ്യരെ തിരികെ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. ഇന്ന് പുഞ്ചിരിമട്ടവും മുണ്ടക്കയും പഴയ ഗ്രാമങ്ങളല്ല. ഒരിക്കൽ കുട്ടികളുടെ ചിരിയും വാഹനങ്ങളുടെ ശബ്ദവും നിറഞ്ഞിരുന്ന വഴികൾ ഇന്ന് നിശബ്ദമാണ്. പല വീടുകളും തകർന്ന അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഒരിക്കൽ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. പ്രകൃതി അവിടത്തെ രൂപം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ചുരൽമലയും വലിയ മാറ്റങ്ങൾക്ക് സാക്ഷിയായി. നാട്ടുകാർ പലരും മറ്റിടങ്ങളിലേക്ക് മാറിയെങ്കിലും ഇന്നും നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ദുരന്തം നേരിട്ട് കണ്ട സ്ഥലങ്ങൾ കാണാനാണ് പലരും എത്തുന്നത്. എന്നാൽ അവിടേക്ക് പോകുന്നവർ അതൊരു വിനോദയാത്രയായി കാണാതെ ഒരുപാട് മനുഷ്യരുടെ ജീവിതം അവസാനിപ്പിച്ച ഭൂമിയാണെന്ന ബോധ്യത്തോടെ സമീപിക്കേണ്ടതുണ്ട്. കാരണം ആ മണ്ണിൽ ഇന്നും പറയാതെ ബാക്കിയുള്ള അനേകം കഥകളുണ്ട്. ഈ 2 വർഷത്തിനിടെ വയനാട് പതിയെ അതിജീവനത്തിന്റെ വഴിയിലേക്ക് നടക്കുകയാണ്. തകർന്ന ജീവിതങ്ങൾ വീണ്ടും കൂട്ടിച്ചേർക്കാൻ മനുഷ്യർ ശ്രമിക്കുന്നു. കുട്ടികൾ വീണ്ടും സ്വപ്നം കാണാൻ പഠിക്കുന്നു. മുതിർന്നവർ വീണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എങ്കിലും ഓരോ മഴക്കാലവും എത്തുമ്പോൾ ആ രാത്രിയുടെ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് മടങ്ങിയെത്തുന്നു. മഴയുടെ ശബ്ദം പോലും ചിലർക്ക് ഇന്നും ഭയമാണ്. വയനാട് ദുരന്തം നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം മനുഷ്യർ ഒരുമിച്ചാൽ ഏത് വലിയ ദുരന്തത്തെയും നേരിടാം എന്നതാണ്. അതോടൊപ്പം പ്രകൃതിയെ ബഹുമാനിക്കേണ്ടതും മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണേണ്ടതുമാണെന്ന് ഈ ദുരന്തം നമ്മെ ഓർപ്പിക്കുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും വയനാടിന്റെ മുറിവുകൾ പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല. പക്ഷെ ഓർമ്മകൾ മായുന്നില്ല. നഷ്ടപ്പെട്ട 330 ജീവനുകൾ കേരളത്തിന്റെ മനസ്സിൽ എന്നും ജീവിക്കും. അവരുടെ പുഞ്ചിരികളും സ്വപ്നങ്ങളും കഥകളും ഈ നാടിന്റെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. ഇന്ന് നാം അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിക്കുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. കാലം മുന്നോട്ട് പോകുന്നു. ഗ്രാമങ്ങൾ വീണ്ടും ഉയരുന്നു. ജീവിതം വീണ്ടും ചിരിക്കും. പക്ഷെ ആ കറുത്ത രാത്രിയെ കേരളം ഒരിക്കലും മറക്കില്ല. വയനാടിന്റെ മണ്ണിൽ ഉറങ്ങുന്ന ഓരോ ജീവനെയും സ്നേഹത്തോടെയും ആദരവോടെയും എന്നും ഓർക്കുമെന്ന് ഈ ദിനം വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.